ആരാ ഇത്? ഇത്ര വേഗം മറന്നുപോയാ? അല്ല, അത് ആരായിരുന്നു? ഏ? ഓർമ്മിച്ച് നോക്ക്. ഈ ശബ്ദമൊന്നും ഓർമ്മയില്ല? ശബ്ദം അല്ല. പിടികിട്ടുമല്ലോ. ഏതാ? പിടികിട്ടു, ആലോചിച്ച് നോക്ക്. ഇത്ര വേഗം മറന്നുപോയി. അല്ല, ഞാൻ ഇതുവരെ ഫോണിലൂടെ കേട്ടൊരു ശബ്ദമല്ല ഇത്. ഒന്ന് പറയൂ, ആരായിരുന്നു? ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ല? എനിക്ക് സോറി, മനസ്സിലായില്ല. ഓർമ്മയില്ല. അതില്ല. ആരാ? അല്ല, ഇത്ര വേഗം മറന്നു പോകുന്നു ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടാ. ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഓർമ്മയുണ്ടോ? നമ്പർ അല്ല. അത് ഞാൻ വിചാരിച്ച അവിടെ എത്തിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ഞാൻ നമ്പർ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാ. അവിടെ അപ്പൊ ഇത്രയേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. ഞാൻ പിന്നെ അവിടെ എത്തിയോ? ഞാനെത്തി. എത്തില്ലല്ലോ രാത്രി. അല്ല, നീ ആടെ എത്തിയാ വിളിക്കുമായിരിക്കും വിചാരിച്ചു. അല്ല, ഞാനിവിടെ പിന്നെ രാവിലെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങനെ കൂട്ടുകാരടുത്ത് പോയി, അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയി. അങ്ങനെ വീട്ടിലൊന്നല്ല, മറക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ശബ്ദം ഫോണിലൂടെ വരുമ്പോ ഇന്നലെ ട്രെയിനിൽ നിന്ന് കേട്ട പോലത്തെ ശബ്ദമല്ല കേട്ടോ. അപ്പൊ നമ്പറൊന്നും ശ്രദ്ധിച്ചിട്ടില്ല? ഇല്ല, ഞാൻ നമ്പർ പിന്നെ അങ്ങനെ അത് തൽക്കാലം ഡയൽ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാന് ശരിക്കും പറഞ്ഞ നമ്പർ നോക്കിയതുമില്ല. ഞാൻ നിങ്ങളെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ മറന്നു പോവല്ലോ. ഇല്ല, പക്ഷെ എന്റെ മനസ്സിൽ മൊത്തം നീയാണുള്ളത്. കാരണം എന്താ, ഞാനിങ്ങനെ ഇന്നലത്തെ ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കായിരുന്നു. കുറെ സ്ഥലത്തൊക്കെ പോയി വന്നു. പിന്നെ ഞാൻ വിളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എന്നുള്ള സംശയം. എന്നാലും ഒന്ന് ഓർമ്മിച്ചൂലേ? ഇന്നലെ കഴിഞ്ഞതെല്ലാം ഓർമ്മിച്ച സ്ഥിതിക്ക്. ഇന്നലെ കഴിഞ്ഞതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ രാത്രി എത്തുന്നില്ല. ആയല്ലേ 10:30. എത്ര മണിക്കാണ് എത്തി? ഇപ്പൊ 10:30 ഞാനിപ്പോ എത്തിയേ അപ്പൊ ഞാൻ ആളെ ഒന്ന് വിളിച്ചു നോക്കാം. എങ്ങനെ സ്ഥലമെല്ലാം കണ്ട? കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട്. ഇപ്പം കൂട്ടുകാരന്റെ റൂമിൽ വന്ന് ഞാനിവിടെ കിടക്കുന്ന അവൻ ഫുഡ് വാങ്ങിക്കാൻ പോയിരിക്കുന്നു. എപ്പോഴാ മടക്കം? മടക്കം തീരുമാനിച്ചിട്ടില്ല. 2 ദിവസം ഇവിടെ തങ്ങണം എന്നുള്ളതിലാണ് വന്നത്. അപ്പം ഞാനേ നമ്മുടെ ഇന്നത്തെ ട്രെയിനിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടായിരുന്നു. സത്യം പറഞ്ഞ അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞാൻ നമ്പർ നോക്കിയില്ല. ഇല്ല, ഞാൻ വിചാരിച്ചു നാളെ കാലത്തെ വിളിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. എനിക്ക് വിളിക്കണം തോന്നി, ഞാൻ വിളിച്ചു. ഞാൻ പിന്നെ വിളിക്കാതിരുന്നത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ രാത്രി ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ ഭർത്തുന്ന്. എത്ര വേഗം പരിചയായി. വല്ല പരിചയത്തില്ല. അല്ല, എങ്ങനെയൊക്കെ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ആലോചിക്കുന്നു. രാത്രി ട്രെയിനില് നമ്മളെ അടുത്തൊന്നും ആരും ആളുമില്ല. സംസാരിച്ചങ്ങ് അടുത്ത് പോയി. ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായി ഇങ്ങനെ സംസാരിച്ച് അടുത്ത് കാര്യങ്ങളെല്ലാം നടന്ന്. അല്ല, കാര്യങ്ങൾ നടന്നു പറഞ്ഞാല് ഇന്നലെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തോന്നറിയില്ല, ട്രെയിനില് സംസാരിച്ച് പിന്നെ എന്തോ ഒരു ധൈര്യത്തിനാണ് ഞാൻ ചോദിച്ചത് നമുക്ക് ഒരുമിച്ച് കടന്നുകൂടെ. ധൈര്യം കിട്ടിയേ? അപ്പൊ ഇയാളാന്ന് പറഞ്ഞു. ഞാനൊരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജോക്ക് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോഴല്ലേ ഇയാള് പറഞ്ഞത് ഇവിടെ കിടന്നു എന്ന് പറഞ്ഞേ. അല്ല, അപ്പൊ നിങ്ങളെ അതുകൊണ്ടാ? അല്ല, ശരിക്ക് നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നോ? പിന്നെ ലോങ് യാത്രയല്ലേ, രാത്രി ഒരു 11 ഒറ്റയ്ക്ക് തന്നെ 11 മണി കഴിഞ്ഞപ്പോ പിന്നെ സംസാരിക്കാനും ഒന്നുമില്ല, ആരും ആളുമില്ല.
ട്രെയിനും ഫുള്ള് കാലി, നല്ല ഇരുട്ടും. ഉം. ഇയാളെ ഇത് കൈ പിന്നെ ഇങ്ങനെ നീണ്ടു നീണ്ടു വന്ന് അപ്പോഴേ എനക്ക് മനസ്സിലായി. എന്ത് ഏ എന്ത് അല്ല, അല്ല, ഇന്നലെ സംസാരിച്ച കൂട്ടത്തില് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, അതെന്താ? കല്യാണം കഴിക്കാൻ തോന്നിയില്ല. അല്ല, അപ്പൊ അവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ തിരിച്ചിങ്ങോട്ടൊക്കെ വരിക? ഞാന് മാസത്തിലാണോ അല്ലെങ്കിൽ? അല്ല, ഞാൻ മാസത്തിലും പോകും, പിന്നെ ആഴ്ചക്ക് അങ്ങനെ പോകും. പക്ഷെങ്കില് അതെല്ലാം ഒരു റിസ്കല്ലേ, പണിയല്ലേ, അതുകൊണ്ട് പിന്നെ ചിലപ്പോ മാസത്തിലാന്ന് പോവാ. എന്തേ? ഒന്നല്ല 2 ദിവസം യാത്രയുണ്ട്, വിളിച്ചത് ആഴ്ചക്കൊക്കെ എങ്ങനെ പോകുന്നു? ഉം? ആഴ്ചക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, ഇത്രയും ആഴ്ചക്ക് ദൂരം. പോവില്ല, ഞാൻ ചിലപ്പോ അത്യാവശ്യം ഉണ്ടെങ്കിലേ പോകും. ആ, എന്തേ ഇയാളിങ്ങോട്ട് വരുന്ന? എവിടെ പോകുന്നതിലേക്കാ? വന്നാലോ എന്ന് വിചാരിച്ചതാ, നിങ്ങളെ കൂടെ തന്നെ. പിന്നെ ടിക്കറ്റ് വിടുമ്പോഴേ ഉള്ളൂ. അല്ല, ഒന്ന് നമുക്ക് സ്ഥലമെല്ലാം കണ്ട്. വേറെ ദിവസം വരാനാ? ആ വരാൻ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. ഇന്നലത്തെ നിങ്ങളെ പെർഫോമൻസിൽ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ആ. ആ, അല്ല, ഞാനിങ്ങോട്ട് മടങ്ങുന്ന സമയത്ത് വന്നാ മതി, എന്നാ പിന്നെ ഒരേ ട്രെയിനിൽ വരുകയും ചെയ്യാലോ. ട്രെയിനിന് ഇന്നലത്തെ നല്ല റിസ്ക് അല്ലേ? പക്ഷെ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങള് ട്രെയിനിന് ഇങ്ങനെ ഒരു സാഹസമൊക്കെ ചെയ്യാൻ വിടും. ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് ആദ്യത്തെ അനുഭവം ഇത്. ഉം. ഞാൻ എത്ര പ്രാവശ്യം ട്രെയിനിൽ പോയിട്ടുണ്ട്. എന്റെ പക്ഷെങ്കില് എന്തോന്നറിയില്ല, നമ്മുടെ കമ്പാർട്ട്മെന്റില് നമ്മുടെ ഏരിയയിൽ വേറെ ആരും ഇല്ലല്ലേ? എന്തോ നമ്മൾ രണ്ടുപേർ. എന്തോ നിന്നെ കണ്ടപ്പോയില്ലേ, എന്തോ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാ ഞാൻ സമ്മതിച്ചേട്ടോ. എന്തോ ഒരാളെ കണ്ടാലും നമുക്കില്ലേ എന്തോ ഒരു പരിചയം തോന്നല്, ഒരു ഇഷ്ടവും. അല്ല, അതിന്റെ ഇടയിലോട്ട് 2-3 ആൾക്കാർ അങ്ങോട്ടും കൂടെ പാസ് ചെയ്യാനും, പക്ഷെ നമ്മൾ ഒരുമിച്ചൊരു വെറുപ്പിലിങ്ങനെ അട്ടിക്കിട്ട പോലെ ഉള്ളതെന്ന് മനസ്സിലായിട്ടില്ല തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിലോ? ട്രെയിനിന്റെ കുലുക്കത്തിനിടയിൽ പിന്നെ ഒന്നും മനസ്സിലാവൂല. കുലുക്കം നല്ലതേൻ അല്ലേ? നല്ലതേನು. ഞാൻ പിന്നെ വിചാരിച്ചു ഗോവയിൽ എത്തണ്ടായിരുന്നു, നിർത്താണ്ടങ്ങ് പോയാ മതി. പൂനെയിൽ വന്നൂടേനു. പൂനെയിൽ വന്നാൽ എനിക്ക് ടിക്കറ്റ് ഇല്ലല്ലോ. ഇത് നമ്മള് അല്ല, നിങ്ങള് എറണാകുളത്ത് നിന്ന് കേറിയിട്ട് തൃശ്ശൂർ വരെ നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ കമ്പനി അടിക്കാനൊന്നും? ഇല്ല. അല്ല, അതിന് അവിടം വരെ നല്ല തിരക്കായിരുന്നില്ലേ? അങ്ങനെ വലിയ ഇതൊന്നുമില്ല അതിന്. പിന്നെ ഇന്നലെ ആദ്യമായിട്ട് ആണുങ്ങളായിട്ട് കയറിയത്. അല്ല, അതിന് നേരത്തെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജനറൽ കമ്പാർട്ട്മെന്റ് നല്ല തിരക്കാണ്, റിസർവേഷനിൽ ആരുമില്ല. ആ, പിന്നെ കാസർഗോഡ് എത്തിയപ്പോഴാണ് ഫുള്ള് ഫ്രീ ആയതല്ലേ? ഒറ്റക്കായത് കൊണ്ടാണ് പണി പറ്റിച്ചത്. പണി പറ്റിക്കുന്നൊന്നും പറയാനില്ല, ശരിക്കും കൂടെ ആസ്വദിച്ചല്ലോ യാത്ര. കുലുക്കവും കൂടി ആയപ്പോ നല്ല ആസ്വദിച്ചു. എന്തായാലും ഞാനൊരു 2 ദിവസം കൂടി ഇവിടെ തങ്ങും. അത് കഴിഞ്ഞിട്ട് പൂനെയിലോട്ട് വാ. നാട്ടില് നിങ്ങള് വർക്കുമായിട്ട് തിരക്കായിരിക്കൂലേ? രാത്രിയില്ലേ? രാത്രിയൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരൊറ്റ വരവിന് നടക്കൂല. എന്താ എന്നെ ഒഴിവാക്കിയാ? അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഒഴിവാക്കാൻ പോയിട്ട് ഒന്ന് സംസാരിച്ച് അടുത്തിട്ടല്ലേ ഉള്ളൂ. അതിന് മുന്നേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ എന്താ പറയാ, സംഭവിച്ചത് പെട്ടെന്നല്ലേ? ഞാന് എന്തായാലും ഒരു വരവ് പൂനെയിലേക്ക് വരാം അല്ലേ? അല്ലെങ്കിൽ നാട്ടില് ഇനി അടുത്ത മാസമാണോ വരിക? അടുത്ത മാസമാണ്. നാട്ടിലേക്ക് പോകുമ്പോ ഇനി പൂനെയിലേക്ക് വന്നാ നല്ലത്. പൂനെയിലല്ലേ നമുക്ക് സൗകര്യം.
അല്ല അവിടെ എന്തെങ്കിലും വർക്ക് കിട്ടുമെന്നാലും വർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ അവിടെ ന്യൂസ് ആയിട്ടാണ്. അവിടെ നിനക്ക് വല്ല അറ്റൻഡായിട്ടുള്ള വല്ല ജോലി കിട്ടും. അവിടെ എന്തെങ്കിലും ഞാൻ അന്വേഷിക്കട്ടെ. പിന്നെ ഒരുമിച്ച് ദിവസം കണ്ടുകൂടല്ലേ? എന്നാ പിന്നെ അതും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കുമോ? നീ വരുവോ? പിന്നെ വരാണെന്താ? വരും. എന്നിട്ട് ചോദിക്കുന്നേ. അല്ല അപ്പൊ ഇനി വിളിച്ചാലും ഇതന്നെയായിരിക്കും മറുപടി. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്പർ ശരിക്കും ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് വെച്ചതാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നാളെ കാലത്ത് വിളിക്കാന്നായിരുന്നു എന്റെ പ്ലാനിങ് മൊത്തം നിങ്ങൾ തെറ്റിച്ചു. അതല്ലേ മനസ്സിലാകണ്ടേ? ഞാൻ വിചാരിച്ച് ഇന്ന് രാത്രി അവിടെ എത്തും. ഈ 11 മണിക്ക് വിളിക്കുന്ന അറിയില്ലല്ലോ. അതാണ് ഞാൻ ഓർമ്മയില്ലല്ലോ അല്ലേ? ഞാനൊന്ന് നാളെ കാലത്തൊന്നും കൂടി വിളിക്കും. എന്തിനാ? വെറുതെ നമുക്ക് വിളിച്ചോണ്ടേ ഇരിക്കാം.